ജീവിതം എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ല. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചടുക്കി. ഇത് ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നോർമലി നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ. പൊളിക്ക്, നമുക്ക് അടിച്ച് പൊളിക്കാം. ഇത് പോസിറ്റീവാണോ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അതോ നെഗറ്റീവാണോ? കേൾക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഹൈ എനർജി ആയിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞ വേർഡുകളെല്ലാം തന്നെ നോക്കിയാൽ പൊളിക്കുക, പൊളിച്ചടുക്കുക, ഈ ഒരു കൈൻഡ് ഓഫ് മീനിങ്ങിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ചില ഫ്രേസുകൾ നമ്മൾ കണ്ടമാനം നമ്മുടെ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫാക്ട് മലയാള ഭാഷയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. കേരളത്തെ പുനർനിർമ്മിക്കുന്ന ഈ സമയത്ത് മലയാള ഭാഷയുടെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് കുറച്ചുകൂടി വന്നിട്ടുള്ളൊരു സമയമാണിത്. പക്ഷേ ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ റിസർച്ച് മൈൻഡോട് കൂടി ഈ ലാംഗ്വേജിനെ അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന രീതിയെ നോക്കിയാൽ വളരെ രസകരമായ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നല്ല രുചികരമായ ഭക്ഷണം പാകപ്പെടുത്തി മുമ്പിൽ കൊണ്ടുവച്ച ശേഷം എങ്ങനെയുണ്ട് ഭക്ഷണം? കുഴപ്പമില്ല. എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും എൻ്റെ ടോട്ടൽ എക്സ്പ്രഷനും കണ്ടറിയാൻ വളരെ നന്നായിരുന്നു എന്നുള്ളത്. പക്ഷെ പറഞ്ഞ സെന്റൻസ് എന്താണ്? കുഴപ്പമില്ല എന്നാണ്. അല്ലാതെ വളരെ നന്നായി എന്നല്ല ഞാൻ പറഞ്ഞത്, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ നന്നായി എന്ന് പറയാൻ നമ്മുടെ വായിൽ നിന്ന് വരുന്നില്ല, കുഴപ്പമില്ല എന്നേ പറയാൻ വരുന്നുള്ളൂ. അപ്പോൾ ഈ അതെന്താ അങ്ങനെ? നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട സമയമായില്ലേ? ചിന്തിക്കേണ്ടേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചോദ്യം അപ്പോൾ കുഴപ്പം ഉണ്ടാവാൻ വേണ്ടിയാണോ നമ്മൾ ചെയ്തത്? അല്ലല്ലോ. പിന്നെന്താണ് ഈ കുഴപ്പമില്ല എന്ന് പറയാൻ കാര്യം? എവിടെയോ ഒരു ചെറിയ ഉടക്ക് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പൂർണ്ണമായിട്ടും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തോ ഒരു മടി പോലെ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? വെരി ഗുഡ്, നന്നായിരിക്കുന്നു. ഒരു ഹിന്ദിക്കാരനോട് ചോദിച്ചു നോക്കുക, ജീവിതം എങ്ങനെ? കൈസയോ ഭയ്യ? ബഹുത് ബടിയ, ജബർദസ്ത്, ഫസ്റ്റ് ക്ലാസ്. ഈവൻ തമിഴിനോട് ചോദിച്ചു നോക്കുക, എപ്പടി ഇരിക്ക? സൗഖ്യം, റൊമ്പ പ്രമാദം. അതൊക്കെ പറയുന്ന സമയത്തുണ്ടാവുന്ന എനർജിയും ആ വാക്കുകളുടെ മീനിങ്ങും ഒന്നെടുത്തു. നമുക്ക് എവിടെയോ ഭാഷ മനോഹരമാണെങ്കിലും ഭാഷയുടെ ഉപയോഗത്തിൽ എവിടെയോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇന്ന് വന്ന് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വേർഡുകളെല്ലാം ഏറ്റവും പോസിറ്റീവ് എനർജി വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിച്ചടുക്കി, നീ അങ്ങ് പൊളിക്കടാ. ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്താണ് പൊളിക്കാൻ? വീട് പൊളിക്കാനാണോ പറഞ്ഞത്? അതോ അവിടെ ഇരിക്കുന്ന ചട്ടിയും കലവും പൊളിക്കാനാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറഞ്ഞതാണ്. നീ അങ്ങോട്ട് പൊളിക്ക്. ഇതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. രസമല്ലേ, പറയുമ്പോൾ ഒരു ത്രില്ലല്ലേ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മളുടെ ബ്രെയിനിന്. ന്യൂറോ ലിംഗ്വിസ്റ്റിക്, അതായത് ന്യൂറോ പ്രോസസ്സുകൾ തന്നെ ലാംഗ്വേജുമായി കണക്ട് ചെയ്ത് കിടക്കുന്നു. ലാംഗ്വേജ് ആണല്ലോ ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ ന്യൂറോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ലാംഗ്വേജ്. NLP എന്ന് പറയുന്ന ഒരു ശാസ്ത്ര വിഭാഗം തന്നെയുണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അത് ആദ്യം കേൾക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെ ഒരു കാര്യം പറഞ്ഞു നോക്കുക, വേണമെങ്കിൽ ചെവി ഒന്ന് അടച്ചിട്ട് പറഞ്ഞു നോക്കുക, എന്നിട്ട് ആലോചിച്ച് നോക്കുക, ആദ്യം ഞാൻ പറഞ്ഞത് ആര് കേട്ടു? നിങ്ങൾ തന്നെ കേട്ടു. നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിലേക്കാണ് ആദ്യം ആ ഇൻപുട്ട് ചെന്നത്. കുഴപ്പമില്ല. ബിസിനസ് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. സോ നിങ്ങളുടെ ബ്രെയിനിന് കിട്ടിയ ഇൻപുട്ടാണ് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ കൊടുത്തൊരു കമാൻഡാണ് കുഴപ്പമില്ല. അപ്പോൾ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ അത് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആകുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല. നല്ല പറഞ്ഞത്, എക്സൈറ്റിംഗ് നല്ല പറഞ്ഞത്, വളരെ ഭംഗിയായി പോകുന്നല്ല, കുഴപ്പമില്ല. അപ്പോൾ എന്താണ് ഇനി നല്ലത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മളുടെ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് കണ്ടിന്യൂസ്ലി ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രീതിയിലായിരിക്കും. ആ നമ്മളുടെ ബ്രെയിൻ എങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നോ അതനുസരിച്ചുള്ള ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാവുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ആകുന്നത്. വാക്കുകളും പ്രവൃത്തികളും എന്താകും? റിപ്പീറ്റ് ചെയ്താൽ ഹാബിറ്റ് ആവും. ഹാബിറ്റ് കുറേ നാളുകൊണ്ട് നമ്മളുടെ പെരുമാറ്റമായി മാറും. ഈ പെരുമാറ്റം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളുടെ സ്വഭാവമായി മാറും. ഈ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, ഡെസ്റ്റിനി. ഈ ജീവിതത്തിന്റെ തലത്തിനനുസരിച്ചുള്ള ചിന്തകൾ നമ്മൾ ഉണ്ടാവുന്നു. ഈ ചിന്തകൾ വാക്കുകളും പ്രവൃത്തികളും ആവുന്നു. ഈ വാക്കുകളും പ്രവൃത്തികളും ശീലമാവുന്നു. അങ്ങനെ ആ സൈക്കിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള തോട്ട് സൈക്കിൾ. ഇവിടെ നമ്മൾക്ക് എവിടെയാണ് ഇന്റർഫീൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ചിന്തകളെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇന്നു മുതൽ ഞാൻ ചിന്തിക്കുന്ന രീതി അങ്ങ് മാറ്റാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ മാറ്റം വരുത്താവുന്ന ചിന്തകൾക്കും വാക്കുകൾക്കും ഇടയ്ക്ക് നമുക്കൊരു ഫിൽറ്ററിനെ പ്ലേസ് ചെയ്യുന്നതിലാണ്. ഫിൽറ്റർ, ചോയ്സ് എന്ന് പറയുന്നൊരു ഫിൽറ്റർ.
എൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ എങ്ങനെയും ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നു, ഏത് തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇതൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനാണ്. സോ അതുകൊണ്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ സംഭവിക്കുന്നത് നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള നല്ല തോട്ട്സ് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ തോട്ട്സ് ബെറ്റർ ആയിട്ടുള്ള വേർഡ്സ് നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. ഇനി മുതൽ നിങ്ങളോട് ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ നന്നായി പോകുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കുക. പരീക്ഷയൊക്കെ എങ്ങനെ എഴുതുന്നു, വെരി ഗുഡ്, നന്നായിരുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കുക. ആരോഗ്യമൊക്കെ എങ്ങനെ, കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരം നന്നായിരിക്കുന്നു, ദൈവം അനുഗ്രഹിച്ച് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കുക. ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു വേർഡ് പ്രോസസ്സിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന ഇൻപുട്ടിന്റെ പവർ ഭയങ്കരമായിരിക്കും. ഹൈ പോസിറ്റീവ് എനർജി, ഹൈ വോൾട്ടേജ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഇക്വലന്റ് ആണിത്. ഇത് നമ്മളുടെ സ്റ്റേറ്റിലുള്ള എല്ലാ ആൾക്കാരും ഒരേ തരത്തിൽ ഈ നന്നായിരിക്കുന്നു, വെരി ഗുഡ്, എക്സലന്റ്, വളരെ ഭംഗിയായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിന്റെ കംപ്ലീറ്റ് എക്കോസിസ്റ്റവും നമ്മളുടെ മൊത്തം വിശ്വാസ പ്രമാണങ്ങളും മാറുന്നുണ്ടാവും. നമ്മളൊരു പുതിയ ചിന്താധാരയിലേക്ക് തന്നെ നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഒരു പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യണമെന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെന്റോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.